എല്ലാ കൂട്ടുകാർക്കും ഫ്ലേവർ ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഫ്ലേവർഫുള്ളായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ചന മസാല ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കും അല്ലേ. ഇത് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ പൂരിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. അധികം എരിവൊന്നും തന്നെ ഇല്ലാതെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉള്ള ചന മസാല നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം. ഇവിടെ ഞാൻ തയ്യാറാക്കുന്ന ഈ കറിയിൽ ചന മസാല പൗഡർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്പൈസസ് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കുറഞ്ഞ സമയത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു ബിരിയാണി ലീഫ് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. അത് ഞാനൊരു 2 സവാള മീഡിയം സൈസിലുള്ള എടുത്തിട്ടുണ്ട്. അതോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്, അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വറുത്തു പൊടിച്ച ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല, അതൊരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പൈസസ് ഉള്ളൂ. ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചിക്കൻ മസാല നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഇതിനൊരു പ്രത്യേക ഒരു സ്വാദ് തരും. അപ്പോൾ എന്തായാലും മറക്കാതെ എല്ലാവരും അതോട് ആഡ് ചെയ്യണേ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ അതിനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചു. ഇപ്പോൾ നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ടാണ് അതാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ടാണ് തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ഞാനൊരു 5 മിനിറ്റ് നേരം. ഇപ്പോൾ കണ്ടില്ലേ, പച്ചമണം എല്ലാം മാറി അതിൻ്റെ ഓയിലെല്ലാം തന്നെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗ്രേവിയിൽ. ഈ സമയത്താണ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളക്കടല ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ബോയിൽ ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആ കടലയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഈ വേവിച്ച വെള്ളം തന്നെയാണ് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കയ്യിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ തരും. നമ്മുടെ ചന മസാലയിൽ മെയിനായിട്ട് ഇടേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ്. ഇതോട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കറിയിലെ പുളിയും ഉപ്പിനും എല്ലാം തന്നെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ ഗ്രേവിയിലെ ആ മസാല എല്ലാം തന്നെ കടലയിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ചിറങ്ങുന്നതിനായിട്ട് ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം തന്നെ കുറുകിയിട്ട് നല്ല തിക്കായിട്ട് ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലേവർഫുള്ളായിട്ടുള്ള ചന മസാല റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞ 1-2 ചെറിയ ടിപ്പെല്ലാം തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചന മസാലയുടെ പൗഡറൊന്നും തന്നെ ആവശ്യമില്ല. വീട്ടിലുള്ള സ്പൈസസും ഈ 1-2 ടിപ്സും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഈ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ തന്നെ എപ്പോഴും ഉള്ള ഒരു കടലയാണ് വെള്ളക്കടല. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം കറി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവസാനം ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കും പൂരിക്കും റൈസിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ഇന്നിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.